വെൽക്കം ടു ജയിലൻ കോപ്പറേറ്റീവ്. ഞാൻ പ്രഗീഷ്. ഇപ്പോൾ ഒരുപാട് ബാങ്കിങ് അപ്ഡേറ്റുകളും ഒരുപാട് സഹകരണ മേഖലയിലെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് ബാങ്കിങ്ങിൻ്റെ അപ്ഡേറ്റുകളും സഹകരണ മേഖലയിൽ ഒരുപാട് അപ്ഡേറ്റുകളും നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ ലഭ്യമാണ്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ത്യൻ സഹകരണ മേഖലയ്ക്ക് ലോക സഹകരണ പ്രസ്ഥാനത്തിൽ എന്താണ് പങ്കെന്ന് എപ്പോഴും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. കാരണം ഇന്ത്യയിൽ ഒരുപാട് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവയുടെയൊക്കെ ഒരു പങ്കും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു സ്വാധീനം ലോക സഹകരണ മേഖലയിൽ എത്രത്തോളം ഉണ്ട് എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ സംശയങ്ങൾക്കുള്ളൊരു മറുപടിയാണ് ഇന്ത്യയിലെ പല കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിനും വേൾഡ് ലെവലിൽ കാഴ്ചവെക്കുന്ന ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ആ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കോപ്പറേറ്റീവാണ് ഇഫ്കോ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഇഫ്കോ 1967 നവംബർ 3 രൂപീകരിക്കപ്പെട്ട് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സഹകരണ ഫെഡറേഷനായി മാറിയിരിക്കുന്നതാണ് ഇഫ്കോ എന്ന് പറയുന്നത്. നമുക്കറിയാം, വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ പ്രകാരം ടേൺ ഓവർ GDP പെർ ക്യാപിറ്റ പ്രകാരം ലോകത്തിലെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ആണ് ആര്? ഇഫ്കോ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് ടേൺ ഓവർ GDP പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പ്രകാരം ലോകത്തിലെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിലേക്ക് ഒരു വലിയ നേട്ടത്തിലേക്ക് ഇഫ്കോനെ പ്രാപ്തമാക്കിയത് ഇഫ്കോയുടെ വളരെ ഒരു വലിയൊരു വീക്ഷണവും അവരുടെ പ്രവർത്തനങ്ങളുമാണെന്ന് പറയാം. കാരണം ഒരു ഫെർട്ടിലൈസർ മാനുഫാക്ചർ എന്ന നിലയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂറിയ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് ഒരുപാട് പ്ലാന്റുകൾ കൊണ്ടുവന്നുകൊണ്ട് ഇഫ്കോയുടെ ഒരു പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ തന്നെയായിരിക്കാം അവർ ഈ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയും ചെയ്തത്. 2ാം സ്ഥാനത്തുള്ളതും മറ്റൊരു ഇന്ത്യൻ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് മറ്റൊരു അഭിമാനകരമാണ്. 2ാം സ്ഥാനത്തുള്ളത് ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ്. അമൂൽ എന്ന് പറഞ്ഞൊരു വലിയ ബ്രാൻഡ് കയ്യിലുള്ള ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് ആ ഒരു റേറ്റിംഗിൽ 2ാം സ്ഥാനത്തുള്ളത്. അത് മാത്രമല്ല, ഇഫ്കോ ഓരോ വർഷം തോറും ടോട്ടൽ ടേൺ ഓവറിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നേറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ സഹകരണ മേഖലയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു സംവിധാനം കൂടിയാണ് ഇഫ്കോ. ഇപ്പോൾ 2024 നടന്നിട്ടുള്ള വേൾഡ് ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിന്റെ പ്രധാനപ്പെട്ട ഹോസ്റ്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചത് ഇഫ്കോ ആണെന്ന് നമുക്കറിയാം. അങ്ങനെ നിരവധിയായ ഒരുപാട് പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? ഇഫ്കോയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇഫ്കോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ദിലീപ് സംഘാനിയും ഇഫ്കോയുടെ മാനേജിംഗ് ഡയറക്ടർ CEO ആയിട്ട് പ്രവർത്തിക്കുന്നത് ഡോക്ടർ ഉദയ് ശങ്കർ അവസ്ഥയുമാണ്. അവരുടെ പ്രവർത്തനങ്ങളും ഇഫ്കോയെ മുന്നോട്ട് കൊണ്ടുവരുന്ന വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം ഈ ഒരു വലിയ 1967 കാലഘട്ടങ്ങളിൽ രൂപീകരിച്ച് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിലെ വലിയൊരു കോപ്പറേറ്റീവ് നിരയിലേക്ക് ഉയർന്നു വരാൻ ഇഫ്കോനെ സാധിച്ചത് അവരുടെ ദീർഘവീക്ഷണങ്ങളും അവരേറ്റെടുത്തുള്ള പ്രവർത്തനങ്ങളുമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോപ്പറേറ്റീവ് നാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. അതിൽ പ്രധാനമായി വരുന്ന ഒരു ഭാഗമാണ് ഇഫ്കോ എന്ന് പറയുന്നത്. അത് ഇഫ്കോനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന ടേൺ ഓവർ GDP പെർ ക്യാപിറ്റ എന്ന കാറ്റഗറിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവായിട്ട് ഇഫ്കോ മാറിയിരിക്കുന്നു. 2ാം സ്ഥാനവും നമുക്ക് തന്നെയാണ്. ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഇനിയും ഈ പറയുന്നൊരു ഇപ്പോൾ ക്രെഡിറ്റ് അഗ്രിക്കോൾ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് കോപ്പറേറ്റീവ് ഒക്കെയാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അവരെയൊക്കെ മറികടന്ന് ഓവറോൾ പെർഫോമൻസിൽ തന്നെ ഒരുപക്ഷെ ഇഫ്കോയൊക്കെ മുന്നിൽ എത്തേണ്ട കാലം വിദൂരമല്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു നിരയിൽ നമുക്ക് ആരെ പ്രതീക്ഷിക്കാം? ഇഫ്കോനെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ICAയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയധികം ഇന്ത്യയിൽ നിന്നുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് ഇന്ത്യൻ ഫാമേഴ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് എന്നറിയപ്പെടുന്ന ഇഫ്കോ. അപ്പോൾ ഇത്തരം അപ്ഡേറ്റുകൾ നമുക്ക് എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ എക്സാമിന് പഠിക്കുമ്പോൾ ഇത്തരം അപ്ഡേറ്റുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരു ചോദ്യം മതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോപ്പറേറ്റീവ് എക്സാമിനുകൾക്ക് പലർക്കും ഈ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും വളരെ വിലപ്പെട്ടതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ ചോദ്യത്തിനും നമ്മുടെ ജീവിതത്തിന്റെ വിലയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇത്തരം അപ്ഡേറ്റുകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്തരം ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങളിൽ ആദ്യം എത്തിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലായ ജയിലൻ കോപ്പറേറ്റീവ് ആണ്. ആ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മറ്റൊരു തകർപ്പൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.